നമുക്ക് ഈ ഗണപതി സങ്കല്പങ്ങളില് 27 നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഗണപതി അവിടെ ഹോമിക്കാൻ ഒരു പ്രത്യേകിച്ച് നല്ലൊരു ദ്രവ്യക്രമം എന്ന് പറയുന്നത് താന്ത്രികത്തിലും ധാരാളമായിട്ട് ചെയ്തു വരാൻ പറ്റുന്നതായിട്ടുള്ളത് ചതുർദ്രവ്യം എന്നുള്ളത് നമ്മൾ പൊതുവെ താന്ത്രികത്തിലുള്ളതാണ്. അതായത് ചമത, നെയ്യ്, ഹവിസ്, നെയ്യ്. ചമത, നെയ്യ്, ഹവിസ്, നെയ്യ്. ഇതാണ് ക്രമം. അതിന്റെ സംഖ്യ നമുക്ക് നിശ്ചയിക്കാം. 8 ഒരു വീതം ആവാം, 28 ഒരു വീതമാവാം, 36, 108, 1008 അങ്ങനെ ഏത് സംഖ്യ വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാം. 4ഉം ഒരേപോലെ ആവണം എന്ന് മാത്രമേ ഉള്ളൂ. അതാകുമ്പോൾ ചമത എത്ര ആണോ ഹോമിക്കുന്നത് അത്രയും ഹോമിച്ചു കഴിഞ്ഞ് അവിടെ നമുക്ക് ജുഹു ഒക്കെ ഉപയോഗിച്ചും കൊണ്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞാല് പിന്നെ പൂർണ്ണാഹുതി ചെയ്ത് അടുത്ത ദ്രവ്യം നെയ്യ് അത്രയും സംഖ്യ ഹോമിക്കുക, പൂർണ്ണാഹുതി. നെയ്യ് ഹോമിക്കുമ്പോൾ സംവാദം എടുക്കാം. പിന്നെ ഹവിസ് ഹോമിക്കുക, പൂർണ്ണാഹുതി ചെയ്യുക. പിന്നെ ആദ്യം ഒരു നെയ്യും കൂടി ഹോമിക്കുക, സംവാദം എടുത്തും കൊണ്ട് പൂർണ്ണാഹുതിയും ചെയ്യുക. ഇങ്ങനെ ഒരു ചതുർദ്രവ്യ ക്രമം നമുക്ക് ഈ 27 നക്ഷത്രങ്ങളുടെ ഗണപതിക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അതില് ഏതാണ് ചമത എന്നുള്ളതാണ് നമുക്കിനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓരോരോ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന വൃക്ഷങ്ങള്, ആ വൃക്ഷങ്ങളുടെ ചമതയാണ് എടുക്കുക. 27 നക്ഷത്രങ്ങളുടെ ചമത ആണ് ചമതയായിട്ട് എടുക്കേണ്ടത് എന്ന്. ഇപ്പൊ കാഞ്ഞിരത്തിന്റെ ചമത, അങ്ങനെ അതാത് ഇതിന്റെ അതിപ്പോ ബുദ്ധിമുട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സംശയമായിട്ട് വരുന്നതൊക്കെ ഇപ്പൊ കരിമ്പന, അതിന്റെ എന്താ എടുക്കേണ്ടത് എന്നൊക്കെയാണ് ചിലപ്പോ സംശയമാവുക. കരിമ്പനയ്ക്ക് പൊതുവെ ഈ കർമ്മത്തിനൊക്കെ പൊതുവെ അതിന്റെ ഓലയാണ് എടുക്കുന്നത് കാണാറ്. അതുകൊണ്ട് അതിന് ഓല എടുത്താൽ മതി. ഇപ്പോ പിന്നെ വന്ഹിയാണ് എന്ന് വിചാരിച്ചാൽ ആ വന്ഹിയുടേത് ഈ ചമതയും ഹോമിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതുപോലെ അതിന്റെ ഇലയും കുറച്ച് ഇതുമൊക്കെ പിന്നെ കൊമ്പും ഒക്കെ അടങ്ങുന്ന ഒരു ഭാഗം, അത് അങ്ങനെ തളിര് ആയിട്ടുള്ളത് ഹോമിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ട് അതേപോലെ ഈ കരിമ്പനയ്ക്കൊക്കെ അതിന്റെ ഓല എടുത്താൽ മതിയാവും. നമ്മളെ പിതൃകർമ്മത്തിനൊക്കെ എടുക്കുന്നത് കരിമ്പനയുടെ ഓലയാണ്. അതുപോലെ കരിമ്പനയുടെ ഓലയ്ക്കൊക്കെ വേറെ പല പ്രാധാന്യങ്ങളുണ്ട്. അത് ഞാനിപ്പോ ഈ ഒരു സന്ദർഭത്തിൽ പറയേണ്ടതല്ല. അപ്പൊ ഏതായാലും പിന്നെ അങ്ങനെ എല്ലാത്തിൻ്റെയും പറ്റുന്ന തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പറ്റാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏതാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ. അതിൽ സംശയമാവുന്നത് ഈ കരിമ്പന മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചമതയോ അല്ലെങ്കിൽ തളിരോ ഒക്കെ ആയിട്ട് എടുക്കാൻ പറ്റുന്ന തന്നെയാണ്. അപ്പൊ ഈ ചതുർദ്രവ്യം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇപ്പൊ ഇവിടെ അത് വേണമെന്നല്ല, നമുക്കത് സാധിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. കാരണം ഇനി അത്രയല്ലേ ദിവസങ്ങളുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു പ്രയോഗം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഈ ചതുർദ്രവ്യം ഗണപതി ഹോമത്തിന്റെ ദ്രവ്യത്തിന് പുറമെ ചതുർദ്രവ്യവും കൂടി ഹോമിച്ചും കൊണ്ടുള്ളതാവുമ്പോൾ അതാത് നക്ഷത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗണപതി സങ്കല്പ ഈ ഹോമത്തിന് ഒരു ദ്രവ്യമായിട്ട് വരും. അപ്പൊ ഇതാണ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഇതില്